പെബിൾസ് മലയാളം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ലോകപ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ കോടിക്കണക്കിന് വില വരുന്ന അമൂല്യ നിധികളുടെ ശേഖരണത്താൽ ലോകപ്രശസ്തമാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ നിധിശേഖരം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് 6 അറകളിലായാണ്. ഇതിൽ 6ാമത്തെ അറ ഒരു രഹസ്യ അറയാണ്. ഇത് മനുഷ്യർക്കാർക്കും തുറക്കാൻ കഴിയില്ല എന്നാണ് വിശ്വാസം. തിരുവിതാംകൂർ രാജ്യത്തിന്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി. അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിൽ പിന്നെ പത്മനാഭദാസൻ എന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെടുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവാണ് തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത്. അതിനെ തൃപ്പടിദാനമെന്ന് അറിയപ്പെടുന്നു. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ആദിശേഷൻ അഥവാ അനന്തൻ എന്ന സർപ്പത്തിനു മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണു ഇടത്ത് കൈ തൊടുന്നത് ഒരു ശിവലിംഗത്തിലാണ്. വിഷ്ണുവിൻ്റെ പൊക്കിൽ കൊടിയിലെ താമരയിൽ ബ്രഹ്മദേവനെയും കാണാം. 12,000-ഓളം സാളഗ്രാമങ്ങൾ എന്ന വിശേഷാൽ കല്ലുകൾ കൊണ്ടാണ് ഈ ക്ഷേത്ര വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. സാളഗ്രാമങ്ങൾ എന്നാൽ വിഷ്ണു ഭഗവാന്റെ പല രൂപങ്ങളെയും പ്രതിനിധീകരിക്കുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പേരുപോലെ തന്നെ ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ആകർഷണമാണ് ഈ ഒറ്റക്കൽ മണ്ഡപം. ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങൾ തഞ്ചാവൂർ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 100 അടി ഉയരത്തിൽ കൃഷ്ണശിലയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 7 തട്ടുകളും 7 താഴികക്കുടങ്ങളും 7 കിളിവാതിലുകളും ചേർന്നതാണ് ക്ഷേത്ര ഗോപുരം. ക്ഷേത്ര ഐതിഹ്യം. മതിലകൻ രേഖകളിൽ പരാമർശിക്കുന്ന ഐതിഹ്യപ്രകാരം പത്മനാഭസ്വാമി ക്ഷേത്രം തുളു സന്യാസിയായ ദിവാകര മുനിയാൽ കലിയുഗാരംഭത്തിൽ പ്രതിഷ്ഠിതമായതാണ്. ദിവാകര മുനി വിഷ്ണുപാദം പ്രാപിക്കുന്നതിനായി കഠിന തപസ്സനുഷ്ഠിക്കുകയും തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ശിശുവിനെ കണ്ട് മുനി സന്തുഷ്ടനായി തൻ്റെ പൂജാവേളയിൽ ആ ദിവ്യബാലന്റെ ദർശനം തനിക്ക് നിത്യവും നൽകണമെന്ന് മുനി പ്രാർത്ഥിച്ചു. തന്നോട് അപ്രിയമായി പ്രവർത്തിക്കുന്നതുവരെ താനുണ്ടാവുമെന്ന് ബാലൻ സമ്മതിക്കുകയും ചെയ്തു. പലപ്പോഴും മുനിയുടെ മുൻപിൽ ബാലൻ വികൃതി പ്രകടിപ്പിക്കുമായിരുന്നു. ക്രമേണ അത് അനിയന്ത്രിതമായി. ഒരിക്കൽ മുനി ധ്യാനനിരതനായി ഇരിക്കവേ മഹാവിഷ്ണുവിന്റെ പ്രതീകമായി പൂജിച്ച സാളഗ്രാമം ബാലൻ വായ്ക്കുള്ളിലാക്കി. സാളഗ്രാമം അശുദ്ധമാക്കിയതിൽ രോഷാകുലനായ മുനി ഇടത്തെ കൈകൊണ്ട് ബാലനെ തള്ളിമാറ്റി. ഇതിൽ കുണ്ഠിതനായ ബാലൻ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരണമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. ബാലനെ വേർപിരിഞ്ഞതിൽ ദുഃഖിതനായ മുനി അനന്തൻകാട് തേടി നടന്നു. എന്നാൽ ഒരിക്കൽ അനന്തൻകാട് തേടിയുള്ള യാത്രക്കിടയിൽ ഒരു പുലയസ്ത്രീ തൻ്റെ വികൃതിയായ കുഞ്ഞിനെ ശാസിക്കുന്നത് കാണാൻ ഇടവന്നു. ഞാൻ നിന്നെ അനന്തൻകാട്ടിലേക്ക് വലിച്ചെറിയുമെന്ന് സ്ത്രീയുടെ വാക്കുകൾ അദ്ദേഹം ശ്രദ്ധിച്ചു. മുനി ആ പുലയസ്ത്രീയെയും കൂട്ടി അനന്തൻകാട്ടിലേക്ക് പോവുകയും അവിടെ അനന്തശയനത്തിലുള്ള പത്മനാഭസ്വാമി ദർശനം നൽകുകയും ചെയ്തു. മുനി പിന്നീട് ഭഗവത് ദർശനത്തിനായി അവിടെ തപസ്സനുഷ്ഠിക്കുകയും അധികം വൈകാതെ തന്നെ ഭഗവത് ദർശനം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഭഗവാന്റെ ശിരസ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരും ഉരോഭാഗം തിരുവനന്തപുരത്തും കാണപ്പെട്ടു. ഭഗവാനെ പൂർണ്ണരൂപത്തിൽ ദർശിക്കാൻ കഴിയാത്ത വിധത്തിൽ വലുതായതിനാൽ പൂർണ്ണരൂപത്തിൽ കാണുവാൻ മുനി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് കാണുന്ന രൂപത്തിൽ ഭഗവാനെ ദർശനം ലഭിക്കുകയും ചെയ്തു എന്ന് ഐതിഹ്യം. ക്ഷേത്രത്തിന്റെ മറ്റൊരു ഐതിഹ്യം വില്യമംഗലം സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. കാസർഗോഡ് ജില്ലയിലെ അനന്തപുരം തടാക ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമെന്നും പറയപ്പെടുന്നു.
പെബിൾസ് മലയാളം.